ഇറിഗേഷൻ വകുപ്പിന്റെ അനാസ്ഥ മൂലം ദുരിതത്തിലായിരിക്കുകയാണ് ആലപ്പുഴ തണ്ണീർമുക്കം ബണ്ടിനോട് ചേർന്നുള്ള മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങൾ. പുലർച്ചെ വേമ്പനാട് കായലിന്റെ തെക്ക് ഭാഗത്തേക്ക് ബണ്ട് മുറിച്ചു കടക്കാൻ മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്നു. ബണ്ടിന്റെ ലോക്ക് തുറക്കുന്ന ഭാഗത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാർ സമയത്ത് വരാതെയായതോടെയാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി. ദൃശ്യങ്ങൾ കാണുന്നത് തണ്ണീർമുക്കം, ടി.വി.പുരം, പൂച്ചാക്കൽ, വയലാർ തുടങ്ങി കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ നിന്നായി തണ്ണീർമുക്കം ബണ്ട് മുറിച്ചു കടന്ന് കായലിന്റെ വടക്കൻ ഭാഗത്തേക്ക് മത്സ്യബന്ധനത്തിന് പോകാനായി എത്തിയ തൊഴിലാളികളാണ്. കിലോമീറ്ററുകൾ തുഴഞ്ഞ് മത്സ്യലഭ്യതയുള്ള വടക്കൻ ഭാഗങ്ങളിലേക്ക് എത്തണമെങ്കിൽ പുലർച്ചെ 3 മണിക്കെങ്കിലും പലർക്കും വീട്ടിൽ നിന്നിറങ്ങണം. വെയിൽ ഉറക്കും മുമ്പ് പണി പൂർത്തിയാക്കി മടങ്ങേണ്ടതുണ്ട്. എന്നാൽ അതിരാവിലെ എത്തിയിട്ടും 5:30 ഷിഫ്റ്റിലെ ഇറിഗേഷൻ ജീവനക്കാരൻ പതിവ് പോലെ എത്താതായതോടെ പ്രതിഷേധമിരമ്പി. കാരണം പൊള്ളുന്ന വെയിലിൽ വേണം ഇനി പണിക്കിറങ്ങാൻ. ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ 4 മണിയായപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നതാണ്. ഇവർ 6 മണി കഴിഞ്ഞിട്ട് അവരുടെ ജോലിയും കഴിഞ്ഞിട്ടാണ് വന്നത് പൊക്കി വിടുന്നത്. അത് കൂട്ടമായി വെള്ളം വന്നാലേ തുറന്നു വിടുവെന്നാണ് പറയുന്നത്. പ്രതിഷേധം കടുത്തതോടെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധി എന്തെന്ന് പരിശോധിക്കാൻ ന്യൂസ് 18 തീരുമാനിച്ചു. ഈ ഗേറ്റ് ഒരിക്കലും കൃത്യസമയത്ത് തുറക്കാറില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. രാവിലെ മത്സ്യബന്ധനത്തിനായി അവർ എത്തുമ്പോൾ വള്ളങ്ങളുമായി ഇവിടെ കാത്തു കെട്ടിക്കിടക്കേണ്ട സാഹചര്യമുണ്ട്. അതിൽ പ്രധാന കാരണമായി ഉന്നയിക്കുന്നത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ യഥാസമയം ജോലിക്ക് ഹാജരാകുന്നില്ല എന്നുള്ളതാണ്. വലിയ പ്രതിഷേധം ഈ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. കാരണം കൃത്യസമയത്ത് അവർക്ക് ജോലിയിൽ പ്രവേശിക്കാനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. സ്ഥിരം നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? അതായത് ജീവനക്കാർ 5:30 ഡ്യൂട്ടിക്ക് ഹാജരാകേണ്ടവരാണ്. അവര് കൃത്യസമയത്ത് ഹാജരാകാതെ വരുമ്പോൾ നിങ്ങൾക്ക് നിരന്തരം ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടോ? ദൈനംദിനം ഇത് തന്നെയാണ്. കഴിഞ്ഞ വർഷം അപ്പുറത്തെ ലോക്കിലായിരുന്നു. അവിടെ CITUവിന്റെ നേതൃത്വത്തിൽ നല്ല സമരം നടന്നതിന് ശേഷമാണ് അവിടെ ഇച്ചിരിയെങ്കിലും വരാൻ തുടങ്ങിയത്. ഗേറ്റിലെ ജീവനക്കാർക്ക് സർക്കാർ ശമ്പളമുണ്ടെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ നക്കാപ്പിച്ചയിലും അവർ കൈയിട്ട് വാരും. ഇതിനു പുറമെ ഹൗസ് ബോട്ടതിന് ലോക്ക് തുറന്ന് പുറത്തിറങ്ങണമെങ്കിൽ 500 രൂപ കൈമടക്ക് നൽകണം. ഹൗസ് ബോട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാറുണ്ട്. എത്ര രൂപ വെച്ച് വാങ്ങാറുണ്ട്? അത് 500-1000 ഒക്കെ കൊടുക്കുന്നവരുണ്ടാകും. അവരുടെ ആവശ്യം പോലെ ഇരിക്കും. സ്വിച്ച് ഓൺ ചെയ്താൽ അകന്നു മാറുന്ന ഹൈഡ്രോളിക് ലോക്കാണ് കിഴക്ക് ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് ഈ അവസ്ഥ. പുലർച്ചെ 5:30 മുതൽ രാത്രി 9 വരെ നീളുന്നതാണ് ജീവനക്കാരുടെ ഷിഫ്റ്റ്. ഇഷ്ടമുള്ളപ്പോൾ വരവും പോക്കും പതിവാക്കിയതോടെ തൊഴിലാളികളുടെ ക്ഷമ നെല്ലിപ്പലകയും കടന്ന് പുറത്തേക്ക് വന്നു. ഇത്ര ആളുകളെ പട്ടിണിക്കിട്ടുണ്ട്. കുറച്ച് അവരും നമ്മളവരെ കുറ്റം പറയല്ല, പക്ഷെ അവരും ജീവനക്കാരാണ്. ഈ മത്സ്യം പിടിക്കുന്നുണ്ട്, കക്ക വാരുന്നുണ്ട്, ഇവിടുത്തെ ജീവനക്കാരല്ല. അപ്പോൾ അവർ ചിലപ്പോൾ ആ പണിയും കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങൾ ഇത്ര 100 പേരെ വെള്ളത്തിലായിക്കൊണ്ടാണ് 4 പേര് ജീവിക്കാൻ പോകുന്നത്. ഇനി പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ സ്ഥിതി അതിലും മോശം. തൊഴിലാളികൾ പതിവായി കടന്നു പോയിരുന്ന പടിഞ്ഞാറെ ഗേറ്റ് പോളകൾ കൊണ്ടടഞ്ഞിട്ട് മാസങ്ങളാകുന്നു. വഴിയൊരുക്കാൻ ആർക്കും താല്പര്യമില്ല. പുറത്ത് കിടക്കണമെങ്കിൽ കിലോമീറ്ററുകൾ ഡീസൽ കത്തിച്ച് കിഴക്കേ ഗേറ്റിലെത്തണം. അവിടെയും ദുരിതം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് തന്നെ. കിഴക്കെങ്ങനെയെങ്കിൽ പടിഞ്ഞാറെങ്ങനെയെന്ന് കാണാം. നമുക്ക് തന്നെ ഇവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് പലരും പുലർച്ചെ ജോലിക്കായി എത്തുന്നത്. 5 മണിക്ക് അവർ എഴുന്നേറ്റ് ദൂരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് ഒരുപാട് ദൂരം തുഴഞ്ഞാണ് മത്സ്യത്തൊഴിലാളികൾ ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നും ഈ ഒരു അതിര് കടന്നു പോവുക എന്നുള്ളത് വലിയ ശ്രമകരമായ ഒരു കടമ്പയായി അവരുടെ മുന്നിലേക്ക് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം അണപൊട്ടുന്നത്. ഇനിയെങ്കിലും ഉദ്യോഗസ്ഥർ കൃത്യമായ ഇടപെടൽ നടത്തുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. പ്രതിഷേധം വലിയ തോതിൽ തണ്ണീർമുക്കത്ത് ശക്തി പ്രാപിക്കുകയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.